വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. സൗണ്ട് വേവ്സ് എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് ക്ലാസ് ആണ് ഇന്ന്. 5ാമത്തെ ക്ലാസ് ആണ്. ഇന്നത്തോടു കൂടി നമ്മുടെ ഈ പറയുന്ന ടോപ്പിക്ക് തീരും. ഇനി ഇതിനകത്ത് വരുന്ന ലെറ്റസ് അസസ് ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങളാണ് നമുക്കിനി പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലിമിറ്റ് ഓഫ് ഓഡിബിലിറ്റി എന്ന് പറയുന്ന കാര്യമാണ്. അതായത് നമ്മൾ ശബ്ദം എന്ന് പറയുന്നതിന് നമ്മൾ മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. അതായത് നമുക്ക് എല്ലാ സൗണ്ടും ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. അതായത് നമ്മുടെ ശബ്ദത്തിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 20 ഹെഡ്സ് തൊട്ട് 20,000 ഹെഡ്സ് വരെ വരുന്ന ശബ്ദമാണ് നമ്മൾ മനുഷ്യന്മാർക്ക് നേരെ കേൾക്കാൻ പറ്റുന്നത്. ഇതിൽ കുറവുള്ള ശബ്ദമോ ഇതിൽ കൂടുതലുള്ള ശബ്ദമോ നമ്മുടെ ചെവിക്ക് കേൾക്കാനായിട്ട് പറ്റത്തില്ല. അതായത് 20 ഹെഡ്സിന് താഴെയുള്ള ശബ്ദത്തിന് നമ്മൾ എന്ത് വിളിക്കും? നമ്മൾ ഇൻഫ്രാ സോണിക് എന്ന് വിളിക്കും. അതുപോലെ 20,000 മുകളിലുള്ള നമ്മൾ എന്ത് വിളിക്കും? അൾട്രാ സോണിക് സൗണ്ട് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? അൾട്രാസോണിക് സൗണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. നോക്കിയേ, നമ്മുടെ ശബ്ദത്തിന് കണ്ടോ, ഇവിടെ കണ്ടോ, 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയാണ് മനുഷ്യന് ഓഡിബിൾ ആയിട്ടുള്ളത്. നമ്മുടെ പട്ടികൾക്കാണെങ്കിൽ ഈ പറയുന്ന 20,000 ഹെഡ്സ് തൊട്ട് കുറച്ച് കൂടുതൽ വരെ കേൾക്കാൻ പറ്റും. അതാണ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വവ്വാലൊക്കെ പറന്നു പോകും, ബാറ്റൊക്കെ പറന്നു പോകുമ്പോൾ പട്ടി കുരയ്ക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഈ ബാറ്റുകൾ ഉണ്ടാക്കുന്ന സൗണ്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 20,000 ഹെഡ്സിന് മുകളിലാണ്. അത് ആർക്ക് കേൾക്കാം? ഡോഗ്സിന് കേൾക്കാനായിട്ട് പറ്റും. കണ്ടോ? അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഓഡിബിൾ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ നോർമലായ ഹെൽത്തി ആയ ഒരു മനുഷ്യൻ്റെ ഓഡിബിൾ റേഞ്ച് എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം അത് 20 ഹെഡ്സ് തൊട്ട് 20,000 ഹെഡ്സ് വരെയാണ്. 20 ഹെഡ്സ് തൊട്ട് 20,000 ഹെഡ്സ് വരെ ഓഡിബിൾ റേഞ്ച് ഓഫ് ഹ്യൂമൻസ്. ഇതിന് കുറവാണെങ്കിൽ നമ്മളതിനെ ഇൻഫ്രാസോണിക് എന്നും ഇതിൽ കൂടുതലാണെങ്കിൽ നമ്മളതിനെ അൾട്രാസോണിക് എന്നും പറയും. കണ്ടോ? അപ്പോൾ ഇതാണ് സംഭവം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സീസ്മിക് വേവ്സ് അല്ലേ, നമ്മൾ ഈ പറയുന്ന ഭൂമിയിൽ നിന്ന് ഭൂകമ്പമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വരുന്ന വേവ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻഫ്രാസോണിക് ആണ്. പ്രാവിന് ഏതാണ്ട് നമ്മളെ റേഞ്ചിലെ പ്രാവുകൾ ഉണ്ടാകുന്ന ശബ്ദം കുറേ നമുക്കും കേൾക്കാൻ പറ്റും. അപ്പോൾ പ്രാവിന് കേൾക്കാൻ പറ്റും. എന്നാൽ നമുക്ക് കേൾക്കാൻ പറ്റാത്ത റേഞ്ചിലുള്ള സൗണ്ടും ആരുണ്ടാക്കും? പ്രാവുകൾ ഉണ്ടാക്കും. മോത്ത്, അതുപോലെ നമ്മുടെ എലഫൻറ്റിനും ഏതാണ്ട് നമ്മളെക്കാളും കുറച്ചുകൂടി കുറവുള്ള റേഞ്ചാണ് പറ്റുന്നത്. അതുപോലെ ക്യാറ്റ്, അതുപോലെ ബാറ്റ്, എല്ലാം ഓർത്ത് വയ്ക്കുക. ഇവിടുന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു സാധനമാണ് ഗാൾട്ടൺ വിസിൽ. ഓക്കെ, എന്താണ് ഗാൾട്ടൺ വിസിൽ? ഈ പട്ടികളെയൊക്കെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ട്രെയിനർമാർ ഉപയോഗിക്കുന്ന ഒരു വിസിലാണ് ഗാൾട്ടൺ വിസിൽ. ഈ ഗാൾട്ടൺ വിസിൽ ഉണ്ടാക്കുന്ന സൗണ്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 30,000 ഹെഡ്സ് ആണ്. അപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. പക്ഷേ ആർക്ക് കേൾക്കാൻ പറ്റും? ഡോഗ്സിന് കേൾക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ എക്സാമ്പിളായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. നമ്മൾ ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. ഒരു നോർമൽ ഹെൽത്തി ഹ്യൂമൻ ബീയിങ്ങിൻ്റെ നോർമൽ ഹിയറിംഗ് റേഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാണത്? 20 ഹെഡ്സ് ടു 20,000 ഹെഡ്സ് ആണ്. 20 ഹെഡ്സ് ടു 20,000 ഹെഡ്സ് ആണ്. അതിന് കുറവാണ് ഫ്രീക്വൻസി എങ്കിൽ എത്രയ്ക്ക്? 20 ഹെഡ്സിനാണെങ്കിൽ അതിനെ നമ്മൾ ഇൻഫ്രാസോണിക് എന്ന് വിളിക്കും. എർത്ത് വേക്സും എലിഫൻറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇൻഫ്രാസോണിക് ആണ്. വലിയ ആനയും വലിയ ഭൂകമ്പത്തിനും ഇൻഫ്രാസോണിക് ആണ്. എന്നാൽ മോർ ദാൻ 20,000 ഹെഡ്സ് ആണ് അൾട്രാസോണിക്. ചെറിയ പട്ടിക്കുട്ടിക്കും ചെറിയ വവ്വാലിനും ഒക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? അൾട്രാസോണിക് സൗണ്ട് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉപയോഗങ്ങൾ, അൾട്രാസോണിക് സൗണ്ടിന് കുറച്ച് യൂസസ് നമ്മൾക്ക് പഠിക്കാനായിട്ടുണ്ട്. മെഡിക്കൽ ഫീൽഡിലും കുറേ ഉപയോഗമുണ്ട്, ഇൻഡസ്ട്രിയൽ ഫീൽഡിലും ഉപയോഗമുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? നോക്കിയേ, കിഡ്നിയിലുള്ള ചെറിയ സ്റ്റോൺസിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുപയോഗിക്കും? നമ്മൾ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കടാ. അൾട്രാസോണിക് സൗണ്ടിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20,000 ഹെഡ്സ് ആണ്. അതായത് ഒരു സെക്കൻഡിൽ 20,000 തവണ അത് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും വൈബ്രേറ്റ് ചെയ്യുന്നൊരു സാധനം നമ്മുടെ കിഡ്നിയിലോട്ട് കടത്തി വിടുമ്പോൾ, ആ പറയുന്ന നമ്മുടെ നെഫ്രോൺസിലോട്ടൊക്കെ കടത്തി വിടുമ്പോൾ ചെറിയ സ്റ്റോൺസിനെയൊക്കെ നമുക്ക് പൊടിച്ചു കളയാനായിട്ട് പറ്റും. അതുപോലെ ഫിസിയോതെറാപ്പിക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. എന്തിനു ഉപയോഗിക്കാൻ പറ്റും? മസിലുകളൊക്കെ നേരെയാക്കാൻ വേണ്ടിയിട്ടുള്ള ഫിസിയോതെറാപ്പിയിൽ നമ്മൾ എന്തുപയോഗിക്കും? അൾട്രാസോണിക് ഉപയോഗിക്കും. ടു ടേക്ക് ഇമേജസ് ഓഫ് ദ ഇൻറ്റേർണൽ ഓർഗൻസ് സച്ചസ് കിഡ്നി, ലിവർ, ഗോൾ ബ്ലാഡർ ആൻഡ് യൂട്രസ്. നമ്മളിതിനെ അൾട്രാസോണോഗ്രാഫി എന്ന് പറയും. ഓക്കെ, അതായത് നമ്മുടെ ശരീരത്തിൽ കൂടി എന്ത് പറ്റും? നോക്കിയേ, അൾട്രാസോണിക് വേവ്സ് ട്രാവൽ ത്രൂ ബോഡി ടിഷ്യൂസ്, സ്ട്രൈക്സ് ആൻഡ് റിഫ്ലക്ട് ദ ഏരിയാസ് ഓഫ് വേരിയിങ് ഡെൻസിറ്റി ഇൻ ദ ടിഷ്യൂസ്. അല്ലേ, ഈ പറയുന്ന വേവ്സും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ടിഷ്യൂസ്, അല്ലെ, നമ്മുടെ ശരീരത്തിലെ ഓരോ ഓർഗൻസും ടിഷ്യൂസും ഉണ്ട് നിർമ്മിച്ചിട്ടുള്ള. ഈ ഓരോ ടിഷ്യൂസിൻ്റെയും ഡെൻസിറ്റി വ്യത്യാസമുണ്ട്. ഈ ഡെൻസിറ്റി വരുന്ന വ്യത്യാസത്തിനനുസരിച്ച് ലൈറ്റ് അല്ലെങ്കിൽ സൗണ്ട് എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. ആ റിഫ്ലക്ഷനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി മാറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഫോട്ടോ എടുക്കുന്നത്. കണ്ടോ? സ്കാനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന അൾട്രാസോണിക് സ്കാനിങ്. നിങ്ങൾ ലാബുകളുടെയൊക്കെ മുമ്പിൽ എഴുതി വെച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ടായിരിക്കും. അൾട്രാസോണിക്, അല്ലെ, MRI, അൾട്രാസോണിക്, CT എന്നൊക്കെ പറയുന്ന പോലത്തെ അൾട്രാസോണോഗ്രാഫി, അൾട്രാസോണിക് സ്കാനുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അൾട്രാസോണിക് സൗണ്ടാണ്.
അപ്പോൾ ഇതാണ് എന്താ മെഡിക്കൽ ഫീൽഡിലെ ഉപയോഗങ്ങൾ. കിഡ്നി സ്റ്റോൺ മാറ്റാൻ, ഫിസിയോതെറാപ്പിയിൽ ഓർഗൻസിൻ്റെ ഫോട്ടോ എടുക്കാൻ അതിനെ വിളിക്കുന്ന പേരാണ് അൾട്രാസോണോഗ്രഫി. ഇനി ഇൻഡസ്ട്രിയൽ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ഇതാ ഇതുപോലെയുള്ള കണ്ടോ, ഇതുപോലെ സ്പൈറൽ ആയിട്ടുള്ള ഇൻട്രിഗേറ്റ് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാർട്സിനകമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പറയുന്ന അൾട്രാസോണിക് സൗണ്ടുകൾ യൂസ് ചെയ്യും. അതായത് നോക്കിയേ, സ്പൈറൽ ട്യൂബ്, ഇറഗുലർ ആയിട്ടുള്ള മെഷീൻ പാർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് ഉപയോഗിക്കുക. അതായത് അൾട്രാസോണിക് സൗണ്ട് കടത്തി വിടുമ്പോൾ ഞാൻ പറഞ്ഞു 20,000 ഹെർട്സിന് മുകളിലാണ് എന്ത് ചെയ്യുന്നത്, വൈബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ സ്പീഡിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അഴുക്കും ഈ പറയുന്ന പാർട്സ് നമ്മൾ ഡിഫറൻ്റ് ആകും. അല്ലെങ്കിൽ സോപ്പ് പോലത്തെ ഉള്ള ക്ലീൻ ആക്കാനുള്ള ലിക്വിഡ്സിനകത്ത് മുക്കി വെച്ചിട്ടാണ് നമ്മൾ ഈ സൗണ്ട് കൊടുക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഉരച്ച് കഴുകുന്ന പോലെ ഇതെന്ത് ചെയ്യും, സൗണ്ട് വേവ്സ് ഇതിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനത്തെ വൈബ്രേഷനിലൂടെയാണ് ക്ലീൻ ആവുന്നത്. ഇനി മറ്റൊന്നാണ് സോണാർ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. എന്താണ് സോണാർ? സോണാർ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, ഈ പറയുന്ന ബോട്ട് പോലെയുള്ള കപ്പൽ ഷിപ്പുകൾക്കകത്തൊക്കെയാണ് നമ്മൾ എന്ത് കൂടുതൽ ഉപയോഗിക്കുന്നത്, സോണാർ ഉപയോഗിക്കുന്നത്. കണ്ടോ, ഈ പറയുന്ന കടലിനടിയിലുള്ള ആഴം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അകത്തിരിക്കുന്ന ഒബ്ജക്റ്റുകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് സോണാർ എന്ന് പറയുന്നത്. ഓക്കെ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്, അതാണ് സോണാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോണാർ എന്ത് പറ്റും, നാവിഗേഷനും റേഞ്ചിങ്ങിനും, അതായത് കടലിലൂടെ യാത്ര ചെയ്യാനും അതുപോലെ തന്നെ ഒബ്സ്റ്റക്കിൾസിൻ്റെയൊക്കെ ദൂരം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കും, സോണാർ ഉപയോഗിക്കും. അപ്പോൾ എങ്ങനെയാണ് സോണാർ ദൂരം അളക്കുന്നത്, അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചോദ്യം ഉള്ളത്. ഇതേ ചോദ്യം പരീക്ഷയ്ക്ക് വരാനും സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ തൊട്ട് മുമ്പ് എക്കോ പഠിച്ചതുപോലെ തന്നെ. അതായത് ഒരു ഷിപ്പ്, if an ultrasonic wave emitted by a transmitter, ഷിപ്പിലെ ട്രാൻസ്മിറ്റർ എമിറ്റ് ചെയ്യുന്നു ഓൺ ദ സർഫസ് ഓഫ് ദ വാട്ടർ, സ്ട്രൈക്സ് എ റോക്ക് അറ്റ് ദ ബോട്ടം. അപ്പോൾ ഇവിടെ നിന്നൊരു സോണാറുണ്ട്, ഇതെന്ത് ചെയ്തു, സൗണ്ടിനെ എമിറ്റ് ചെയ്തു. ഈ സൗണ്ട് താഴെ പോയി ഒരു റോക്കിനെ എന്ത് ചെയ്തു, തട്ടി. ആൻഡ് റിട്ടേൺസ് ആഫ്റ്റർ 2 seconds. പോയി തട്ടിയിട്ട് എന്ത് ചെയ്തു, അതവിടെ നിന്നോ ഇല്ല, അതെന്ത് ചെയ്തു, തിരിച്ചു വന്നു. ഈ തിരിച്ചു വരുന്ന സൗണ്ടിനെ എന്ത് ചെയ്യും, ഇവിടുത്തെ റിസീവർ എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ അങ്ങോട്ട് പോയി തിരിച്ചു വരാൻ വേണ്ടി എടുത്ത സമയം എന്ന് പറയുന്നത് 0.2 സെക്കൻഡ്. സോ നമുക്ക് ആസ് യൂഷ്വൽ ടൈം ഡയറക്റ്റ് തന്നിട്ടുണ്ട് 0.2 സെക്കൻഡ് അല്ലേ. മിനിമം സൗണ്ട് ആണെന്ന് ചോദിച്ചെങ്കിൽ 0.1 എടുത്തേനെ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഷിപ്പ് ടു ദ റോക്ക്, അല്ലെ, ഷിപ്പ് തൊട്ട് റോക്ക് വരെയുള്ള ഈ ദൂരം എത്ര എന്നതാണ് ചോദ്യം. ശബ്ദം വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന വേഗത 522 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്, സീ വാട്ടറിൽ കൂടെ പോകുന്നത്. ഇത് വെച്ചാണ് നമുക്ക് ദൂരം കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമുക്കറിയാം ദൂരം എന്ന് പറയുന്നത് എന്താണ്, വെലോസിറ്റി ഇൻറ്റു ടൈം ബൈ 2, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതുകൊണ്ട്. വെലോസിറ്റി 1522 ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ 0.2 അല്ലെങ്കിൽ 2/10 ബൈ എന്താണ് 2. അപ്പോൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും, ഇവിടെ കിട്ടും 152.2 മീറ്റർ എന്ന് കിട്ടും. സോ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 152.2 മീറ്റർ എന്ന ഡിസ്റ്റൻസ് കിട്ടും. ഈ സെയിം ടൈപ്പ് ചോദ്യമാണ് നമ്മൾ നേരത്തെ എക്കോയിൽ ചെയ്തത്. ഓക്കെ ആണോ? ലാസ്റ്റ് ടോപ്പിക്കാണ് സീസ്മിക് വേവും സുനാമിയും. നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ക്രസ്റ്റ് അല്ലേ, ക്രസ്റ്റ്, മാൻഡിൽ, കോർ. ഈ ക്രസ്റ്റും അപ്പർ പാർട്ട് ഓഫ് ദ മാൻഡിലും കൂടി ചേർന്ന് ലിത്തോസ്ഫിയർ ആയിട്ട് കൊണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് മാഗ്മ ഒഴിക്കുന്ന അസ്തനോസ്ഫിയർ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഭൂമിയുടെ സർഫസ് കണ്ടിന്യൂസ് അല്ല, ഇത് പല പല പ്ലേറ്റുകളായിട്ടാണ് ഇരിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പ്ലേറ്റുകൾ തമ്മിൽ തെന്നി മാറുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, എർത്ത് ക്വേക്ക് അഥവാ ഭൂകമ്പം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഭൂകമ്പം സംഭവിക്കുന്ന സമയത്ത് ഈ ഭൂമിക്കകത്ത് നിന്നും ചില വേവ്സ് സർഫസിലോട്ട് വരും. ഇതിനെയാണ് നമ്മൾ സീസ്മിക് വേവ് എന്ന് വിളിക്കുന്നത്. എന്തുവാണ് സീസ്മിക് വേവ്? Seismic waves are those waves that travel through the earth crust as a result of the earthquake, volcanic eruption or massive explosion. അല്ലേ, ഇത് നമ്മൾ ട്രെമർ എന്നും പറയാറുണ്ട്. ട്രെമർ അതായത് നമ്മുടെ ഭൂമിയുടെ അകത്ത്, ഇതാണ് ഭൂമിയിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലം. ഈ ഭൂമിക്ക് അകത്ത് എവിടെയോ ഏതോ ഒരു പ്ലേറ്റ് തെറ്റി. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യും, ഇവിടുന്ന് വേവ്സ് ഇങ്ങനെ വന്ന് നമ്മുടെ സർഫസിൽ എത്തും. അപ്പോഴാണ് ഈ പറയുന്ന സർഫസ് കുലുങ്ങും, നമ്മൾ ഭൂകമ്പം ഉണ്ടായി എന്ന് പറയും. അതുപോലെ അഗ്നിപർവ്വത വിസ്ഫോടനം നടക്കുമ്പോഴോ ഏതെങ്കിലും വലിയ രീതിയിലുള്ള എക്സ്പ്ലോഷൻസ് നടക്കുമ്പോഴോ ഇതുണ്ടാവും. ഈ വേവ്സിനെ പറ്റി പഠിക്കുന്ന സ്റ്റഡിയാണ് നമ്മൾ സീസ്മോളജി എന്ന് പറയുന്നത്. നിങ്ങൾ ഭൂകമ്പത്തിൻ്റെ വാർത്തകൾ കേൾക്കുമ്പോൾ കണ്ടിട്ടില്ലേ, റിക്ടർ സ്കെയിലിൽ 7.3 രേഖപ്പെടുത്തിയ ഭൂചലനം എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ എന്താ ഈ റിക്ടർ സ്കെയില്, എത്രത്തോളം ഇൻറ്റൻസിറ്റി ഈ പറയുന്ന വേവ്സിലുണ്ടെന്ന് കാണിക്കുന്ന
ഒരു സ്കെയിലാണ് റിക്ടർ സ്കെയിൽ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? റിക്ടർ സ്കെയിലിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടില്ല. ഒരു വെള്ള പേപ്പർ പോലത്തെ ഒരു പേപ്പറിനകത്ത് ഇത് ഇങ്ങനെ ഇങ്ങനെ വരാൻ പോകും. നമ്മൾ ECG ഒക്കെ എടുക്കുമ്പോൾ കാണിക്കുന്ന പോലെയാണ് എന്ത് കാണിക്കുന്നത്? റിക്ടർ സ്കെയിലിലെ വാല്യൂസ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇത്ര കാര്യം ഓർത്ത് വയ്ക്കുക. സീസ്മിക് വേവ് എന്നാൽ എന്താണ്? ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം, അതല്ലെങ്കിൽ വലിയ എന്തെങ്കിലും എക്സ്പ്ലോഷൻ ഉണ്ടാകുന്ന സമയത്ത് ഭൂമിയുടെ സർഫസിലേക്ക് വരുന്ന വേവ്സ് ആണ് എന്തെന്ന് പറയുന്നത്? സീസ്മിക് വേവ്സ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റിയുള്ള പഠനത്തെ സീസ്മോളജി എന്നും അതിൻ്റെ അളവളക്കുന്ന സീസ്മോഗ്രാഫ് എന്നും പറയും. ഓക്കെ, അപ്പോൾ സീസ്മോഗ്രാഫിനകത്ത് രേഖപ്പെടുത്തുന്നത് എന്തിനാണ്? റിക്ടർ സ്കെയിലാണ്. ഇത്രയും ഓർത്ത് വയ്ക്കാമല്ലോ. ഇനി എന്താ സുനാമി എന്ന് പറയുന്നത്? ഈ സുനാമി, ഈ പറഞ്ഞ ഭൂകമ്പം എന്ന് പറയുന്നത് ഓഷ്യൻ, കടലിനടിയിലാണ് നടക്കുന്നതെങ്കിൽ കടലിൽ നിന്നും വലിയ തിരമാലകൾ എന്ത് ചെയ്യും? നമ്മുടെ കരയിലേക്ക് വരും. അതിനെയാണ് നമ്മൾ സുനാമി എന്ന് വിളിക്കുന്നത്. ഇഫ് ദ earthquake that occur at the bottom of the oceans or along the coastal areas can sometimes trigger tsunami waves. സുനാമി is a series of gigantic waves. അല്ലെ, ഹാർബർ വേവ്സ് എന്ന ജാപ്പനീസ് തുറമുഖ തിരമാല എന്ന വാക്കാണ് എന്ത്? സുനാമി എന്ന ജാപ്പനീസ് വേർഡിനുള്ളത്. അല്ലെ, കോസ്ഡ് ബൈ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി ലാർജ് വോളിയം ഓഫ് വാട്ടർ. അതായത് ഭൂമിയുടെ കടലിനടിയിൽ, ഇതാണ് കടലെന്ന് വിചാരിക്കുക. കടലിനടിയിൽ എന്തുണ്ടായി? ഒരു ഭൂകമ്പം ഉണ്ടായി. അല്ലേ, വെള്ളം നമ്മൾ തന്നെ ഒരു പാത്രത്തിൽ വെള്ളം കൊടുത്ത് നമ്മൾ സൈഡിൽ തട്ട് കൊടുത്താൽ എന്ത് പറ്റും? ആ വെള്ളം ഇങ്ങനെ പെട്ടെന്ന് ഇളകി മറിയുന്നത് കാണാൻ പറ്റും. അതുപോലെ ഉണ്ടാകുന്നതാണ് സുനാമി. ഇത്രയൊന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, അവസാനം വേവ്സ് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന സുനാമിയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇപ്പോൾ നോക്കിയേ, സേഫ് ഗാർഡ് എഗെയിൻസ്റ്റ് സുനാമി. സുനാമി വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊരു ചോദ്യം ചിലപ്പോൾ ഈസിയായി മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ ലെറ്റസ് അസസിൻ്റെ നോട്ട് തരുന്ന സമയത്ത് ഞാൻ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കൂടെ തരാം. ഒരു റെഫറൻസിന് വേണ്ടി നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാം. അധികാരികൾ പറയുന്ന കേൾക്കണം, കടൽ തീരങ്ങളിൽ നിന്ന് മാറി താമസിക്കണം, അല്ലേ, കടൽ പുറകിലോട്ട് പോകുമ്പോൾ ഗവൺമെൻറ് വന്ന് പറയും നിങ്ങൾ മാറണം എന്ന് പറയുമ്പോൾ നിങ്ങൾ മാറണം, അല്ലാതെ ഇരിക്കരുത്. അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശരി, അത് അവിടെ തരാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ വളരെ മനോഹരമായി അവസാനിച്ചിരിക്കുകയാണ്. ഇനി ലെറ്റസ് അസസ് എന്ന് പറയുന്ന ഭാഗത്ത് കുറച്ചധികം ചോദ്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഏതാണ്ട് 10 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരവും പറയുന്ന ക്ലാസ് ഉടനെ അതിന് അപ്ലോഡ് ചെയ്യാം. സോ അറിയാലോ, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.